ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു കിടുക്കാച്ചി മുട്ടക്കറിയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗ്രേവി അത്യാവശ്യമുള്ളവരുണ്ട്, ഇഷ്ടം പോലെ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത്. അതൊരു 1/4 കപ്പ് വേണം. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂണ്, ഏലക്ക ഒരു 5 എണ്ണം, ബേ ലീഫ് മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 എണ്ണം, കറുവപ്പട്ട 1 ഇഞ്ചിൻ്റെ ഒരു 2 കഷ്ണം, ഗ്രാമ്പു 5 എണ്ണം, വെള്ളിയുള്ളി ഒരു 6 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ലെവലായിട്ട്, പിന്നെ കുരുമുളക് പൊടി 5 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ലെവലായിട്ട്, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ 2 വലുത്, പിന്നെ വേണ്ടത് മല്ലിയില. ഇപ്പം ഞാൻ 6 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു 12 മുട്ടയ്ക്ക് പറ്റുന്ന ഗ്രേവി ഉണ്ട് കേട്ടോ. ഒരു 12 മുട്ടയ്ക്കുള്ളത് ഉറപ്പായിട്ടും എന്തായാലും ഉണ്ടാവും. പിന്നെ വലുതായിട്ട് ഗ്രേവി ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അധികം ഗ്രേവി ചിലർ എടുക്കത്തില്ലല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടൊരു 10-15 മുട്ടയ്ക്കെങ്കിലും ഉള്ള ഗ്രേവി ഉണ്ടാവും. ഇത് ഒരുപാട് വലുതാക്കാതെ ഒരു സാമാന്യം വലിപ്പമുള്ള വലിയ ഉള്ളിയായിരുന്നു. അത് നടുവേ ഒന്ന് മുറിച്ചിട്ട് വീണ്ടും അതിനെ 3ആയിട്ട് മുറിച്ചിട്ട് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ നീളത്തി മുറിച്ചിരിക്കുകയല്ല. കാരണം അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നല്ലതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിലിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടാനായിട്ട്. അതപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും. പിന്നെ വലുതായിട്ടൊക്കെ നമ്മൾ സവാളയുള്ളി മുറിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ചാറ് കുറുകാതിരിക്കാനുള്ള ഒരു കാരണം. വലുതായിട്ടാണ് ഉള്ളി മുറിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാറ് അധികം കുറുകി കിട്ടത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു സവാളയുള്ളി നടുവേ മുറിച്ചിട്ട് വീണ്ടും ഒരു 3ആയിട്ട് വല്ലതും മുറിച്ചിട്ട് കനം കുറച്ച് അരിയണം, അല്ലെങ്കിൽ കൊത്തി അരിയണം. ഏറ്റവും നല്ലത് പക്ഷേ നമ്മളിതെല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഗ്രേവി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് ആദ്യം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നല്ല ഒരു മണമൊക്കെ വന്നു തുടങ്ങണം, പക്ഷേ അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അതിലോട്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച എല്ലാ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് 1.5 ടീസ്പൂൺ. ഞാൻ ഈ പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് ഞാൻ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ അളവൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെപ്പോഴും നിങ്ങളുടെ അളവ് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുമല്ലോ, എനിക്ക് ഉപ്പ് ഒരിച്ചിരി കൂടുതലാണ് ഇവിടെ വീട്ടിലെല്ലാത്തിനും. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ഒരിച്ചിരി കുറവ് ചേർത്താൽ മതി. ഞാനിതിൽ കറക്റ്റായിട്ട് 6 വലിയ ഉള്ളിയാണ് ചേർത്തത്. അതിന് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ലെവലായിട്ട് ചേർത്തിട്ടുണ്ട് വഴറ്റാനായിട്ട്. ഇത് വഴറ്റുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ചാനലിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചാനലിലൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി എത്രയും ചെറുതായിട്ട് മുറിക്കുന്നോ കനം കുറച്ച് മുറിക്കുന്നോ അത്രയും എളുപ്പമാണ് നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ആ വഴറ്റിയെടുത്തതെല്ലാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. ആദ്യം ഒഴിച്ചത് 1/4 കപ്പ് എണ്ണയല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ മസാല ഇട്ട് കൊടുത്തതും ഉള്ളി വഴറ്റിയതും ഒക്കെ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരിച്ചിരി ടേസ്റ്റ് നോട്ടം കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ 1/4 കപ്പ് ഒഴിച്ചത് കേട്ടോ. ഇപ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ആ മിക്സി ജാറിൽ ഇരുന്നതെല്ലാം നല്ല സ്പാച്ചുലായിട്ട് നന്നായിട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ആ മിക്സി ജാറിലൊക്കെ കുറേ പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ. അത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സി ജാർ ഒന്ന് കഴുകി ഒഴിച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇപ്പം കണ്ടല്ലോ, നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം അതിലോട്ട് ചെയ്യാനുള്ളത് ഇനിയും വഴറ്റാനുണ്ട് നന്നായിട്ട്. ഈ പൊടികളെല്ലാം കൂടെ നമ്മളെടുത്ത് അളന്ന് വെച്ചിരുന്നല്ലോ, അതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം.
പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് നല്ല ക്ഷമയോടെ നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ എണ്ണ അധികം നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ വെള്ളം തളിച്ച് കൊടുക്കുന്നില്ല. കാരണം നന്നായിട്ട് എണ്ണമയമുണ്ട്. അത് തന്നെയല്ല, ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വഴറ്റുന്നത്. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരുപാട് നേരം അരപ്പുകൾ വഴറ്റേണ്ടപ്പോൾ ഈ അരപ്പുകൾ കൂടുതൽ നേരം വഴറ്റാനായിട്ട് വഴറ്റുമ്പോഴാണല്ലോ ആ അരപ്പിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴറ്റി തീരുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒരിച്ചിരി വെള്ളം തളിച്ച് കൊടുക്കും, ഒന്ന് ഇളക്കും, വീണ്ടും ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കല്ല, ഒന്ന് തളിച്ച് കൊടുക്കും. പിന്നെയും ആ അരപ്പ് ഡ്രൈ ആകുമ്പം വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അങ്ങനെ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടാണ് ഞാൻ അരപ്പ് വഴറ്റുന്നത്. അപ്പം അരപ്പിന് നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പം തന്നെ നമ്മുടെ എന്ത് കറിക്കാണെന്നുണ്ടെങ്കിലും, ബീഫ് കറിയാണെങ്കിലും ബീഫ് ഉലർത്താണെങ്കിലും മീനാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ആ അരപ്പിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അരപ്പൊക്കെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ആ 2 തക്കാളി വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്നു. ചെറുതായിട്ട് മുറിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് വഴലുക എന്നുള്ളതാണ് കേട്ടോ. വലുതായിട്ടിട്ടാലും മതി, പക്ഷേ അത് കുറച്ചുകൂടെ വഴലാൻ താമസമല്ലേ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. ആദ്യം നമ്മൾ മസാല കുറച്ചിട്ടു, എന്നാലും കുറച്ച് എക്സ്ട്രാ ഗരം മസാല അതിൻ്റെ ആ ഒരു മണം കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഇടുമ്പം പൊടിയായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം ഇടുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് അങ്ങ് പോകും. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം. ഞാൻ ആദ്യം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു, വീണ്ടും ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ ഗ്രേവി കറക്റ്റ് ആയത് കേട്ടോ. നമുക്കറിയാലോ, ഇത് ചൂടെല്ലാം പോയി ഫ്രിഡ്ജിലിരിക്കുമ്പോഴേക്ക് നന്നായിട്ട് കുറുകി വരും. ഇപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണ്. ഏതാണ്ട് ഒരു 1/3 കപ്പ്, ഒരു കപ്പിൻ്റെ 1/3 ഭാഗം ഉണ്ടാവും അരിഞ്ഞ മല്ലിയിലയും കൂടി അതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കുകയാണ്. ഇനി ഇതിനകത്ത് ഉപ്പ് ആവശ്യമുണ്ടോ നോക്കണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ മുട്ടക്കറിക്ക് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരിടണം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മണം കിട്ടും ആ കറിവേപ്പിലയുടെ. നമ്മൾ വെറുതെ ഇടുന്നതിനെക്കാട്ടിലും നല്ലതായിട്ടൊന്ന് ഞെരടി ഇടുമ്പോഴേക്കും അതിന് നല്ലൊരു മണം കിട്ടും. അപ്പം നമ്മളുടെ കറിക്കും അതിനനുസരിച്ചുള്ളൊരു സ്പെഷ്യൽ ഒരു മണം കിട്ടും. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്യണേ. ഞാൻ അവിയലിനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമിയെടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം കൈകൊണ്ട് നന്നായിട്ട് തിരുമിയാലും മതി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്തോണേ. എനിക്ക് ഈ കറിക്ക് ഉപ്പ് മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് 2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂണും 1/2 ടീസ്പൂണും കൂടെ നിങ്ങൾ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് സൂക്ഷിച്ച് ചേർത്തോണം കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഉള്ളിയുടെ വലുപ്പം അനുസരിച്ചും ഒക്കെ ഗ്രേവിയുടെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മാറും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പിൻ്റെ അളവ് ചേർക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പുഴുങ്ങിയ മുട്ടയെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഫ്ലേവർ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഒന്നാന്തരം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പം, അപ്പം, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഇത് പറ്റും കേട്ടോ. പത്തിരി, പുട്ട് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും പറ്റുന്ന. പിന്നെ ഉപ്പുമാവ്. ഇത് ശരിക്കും ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. ഇതിൽ കഴിയുന്നതും വ്യത്യാസങ്ങളൊന്നും വരുത്താതെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.